സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകി. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കപ്പിന് സ്വീകരണം നൽകിയത്. അണിഞ്ഞൊരുങ്ങുമ്പോൾ 117 പവന്റെ സ്വർണ്ണക്കപ്പും യാത്ര ആരംഭിച്ചിരിക്കുന്നു. ബഹുമാന്യരെ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ജനുവരി 14 മുതൽ 18 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിനാണ് സ്വീകരണം നൽകിയത്. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വീകരണമൊരുക്കിയത്. വിദ്യാർത്ഥികളുടെ അകമ്പടിയോടെയാണ് സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ചത്. പ്രഥമാധ്യാപകൻ ശശി കന്നിക്കാവിൽ സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ കൗൺസിലർമാരായ പ്രമീള ബാബുരാജ്, നസീർ, ഡിഇഒ ഇൻചാർജ് റീന, എഇഒ മധുസി, PTA പ്രസിഡന്റുമാരായ ബിജു മാധവൻ, MK മുജീബ്, കായംകുളം BPC വി ബിന്ദുപോൾ, അധ്യാപക സംഘടനാ പ്രതിനിധികളായ PD ജോഷി, TJ അജിത്ത്, VS അനിൽകുമാർ, T മുനീർ മോൻ, V അനിൽ ബോസ്, J ഗായത്രി, ഡോക്ടർ മിനി, സുമി സജീവ്, അശ്വനി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിലുള്ള സംസ്ഥാന കലോത്സവം നടക്കുന്നതിനോടനുബന്ധിച്ച് കാസർഗോഡ് നിന്നും 64ാമത് സംസ്ഥാന കലോത്സവം, കാസർഗോഡ് നിന്നും യാത്ര തിരിച്ച 117.5 പവന്റെ സ്വർണ്ണക്കപ്പുമായി നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ കൂടി പ്രയാണം നടത്തി നമ്മുടെ കായംകുളം പട്ടണത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളുടെ ഈ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഇവിടെ നിന്നും ഇത് ആലപ്പുഴ ജില്ലയിലെ TDHSS സ്കൂളിലേക്കാണ് അടുത്ത പ്രയാണം. അവിടെ നിന്നും അത് നമ്മുടെ സാംസ്കാരിക ജില്ലയായ പൂരത്തിൻ്റെ ജില്ലയായ തൃശ്ശൂർ ജില്ലയിലേക്ക് ഈ 117.5 പവന്റെ സ്വർണ്ണക്കപ്പുമായി യാത്ര തിരിക്കുകയാണ്. NCC SPC കേഡറ്റുകളുടെ നേതൃത്വത്തിലാണ് വരവേൽപ്പ് ഒരുക്കിയത്. സ്റ്റാഫ് സെക്രട്ടറി S ശശി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.